കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്കൊരു കൂടുതൽ മാധുര്യമുണ്ട്, സൗന്ദര്യമുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വരമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി നിൽക്കണ രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് നാരായണനാമം ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു. നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ഒന്ന് മനസ്സിലേക്ക് വായിച്ചാലോ? ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചോളൂ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം, തിരുമുടിമാല, വനമാല എന്നിവ ചാർത്തി നിൽക്കണ, പുഞ്ചിരിച്ച് നിൽക്കണ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിലേക്ക് ആവാഹിച്ചോളൂ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഈ രൂപം മനസ്സിലേക്ക് അങ്ങോട്ട് വരട്ടെ. അതാ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ വരും. ആ ഭഗവാൻ അവിടെ വന്നു കഴിഞ്ഞ് ആ ഭഗവാനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്ത് ഒന്ന് താലോലിച്ച് ഒന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും, അതുറപ്പാണ്. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും. നാരായണ 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 നാരായണ. ഒരു സങ്കോചവും കൂടാതെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. നിത്യവും ഉപാസിക്കുക. ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം. കലികാലത്ത് ഉപാസിക്കുവാനായി തയ്യാറാക്കി തന്നതാണ്. എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.